ഗുഡ് ഈവനിംഗ് അമേരിക്ക. സംഭവ ബഹുലമായ 100 ദിവസങ്ങൾ. ലോകത്തെ ആശയുടെയും ആശങ്കയുടെയും ചരടിൽ കോർത്ത 100 ദിവസം. സമ്പദ് വ്യവസ്ഥയും കുടിയേറ്റവും തുടങ്ങി ഇലോൺ മസ്കിന്റെ അഴിമതി വിരുദ്ധ വകുപ്പും പകരച്ചുങ്കവും ഒക്കെ ലോകമാകെ ചർച്ചയായ ദിവസങ്ങൾ. ട്രംപിസത്തിന് 100 ദിനങ്ങൾ നൽകുന്ന സൂചനയെന്ത്? ലോകാരോഗ്യ സംഘടനയ്ക്കുൾപ്പെടെയുള്ള ഫണ്ടുകൾ വെട്ടിക്കുറച്ച് അമേരിക്കയുടെ കാരുണ്യത്തിന്റെ കരങ്ങൾ ഛേദിക്കുകയും ചെയ്തു ട്രംപ്. പിന്നെ പലസ്തീനെ ഒഴിപ്പിച്ച് അവിടെ സുഖവാസ കേന്ദ്രമാക്കുമെന്ന പോലുള്ള വിവാദ പ്രസ്താവനകളും. ഒരു ത്രില്ലിംഗ് സിനിമ പോലെ ലോകത്തെ വിറപ്പിച്ച ട്രംപുരാൻ തീരുമാനങ്ങളാണോ ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞതിനു പിന്നിൽ? 100 ദിവസത്തിലെ 140 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ, ദിവസവും വന്നിരുന്ന ട്രംപൻ ട്വീറ്റുകൾ, ഇതൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളെ എങ്ങനെ നിർവചിക്കുന്നു? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ട്രംപ് അറ്റ് 100. ഇന്നത്തെ എന്റെ അതിഥികൾ: സംരംഭകനും ഡെമോക്രാറ്റ് അനുഭാവിയുമായ ചെറിയാൻ ജേക്കബ്, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ഫ്ലോറിഡ ലീ കൗണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പറുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, മാധ്യമപ്രവർത്തകൻ ജിനേഷ് തമ്പി. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ചെറിയാൻ ജേക്കബിലേക്കാണ്. 100 ദിവസത്തെ ട്രംപിസം അല്ലെങ്കിൽ ട്രംപുരാൻ കൽപ്പനകൾ, ഇതൊക്കെ ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ച് നമ്മുടെ വിൻസനെ ഒരു പരുവമാക്കാൻ തയ്യാറെടുത്ത് വന്നിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒടുവിൽ ഇപ്പം മനസ്സിൽ തോന്നുന്നത് മലപ്പുറം കത്തി അമ്പും വില്ലും ഒടുവിൽ പവനായി ശവമായി, അങ്ങനെ ഒരു ഡയലോഗാണോ? ഒരു രാജ്യത്തിന്റെ എപ്പോഴും ഒരു പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ നയങ്ങൾ നടപ്പാക്കുക വളരെ വ്യക്തമാണ്. അത് തീർച്ചയായിട്ടും നടപ്പാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറിസത്തിന് ഫോക്കസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പൊ നമ്മളിവിടെ പല കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതായത് $20 വിലയ്ക്ക് നമ്മളിവിടെ വിൽക്കുന്ന സാധനം നമ്മൾ $1 ചൈനയിൽ ഉണ്ടാക്കിയിട്ട് $19 പ്രോഫിറ്റ് ഇട്ട് അത് നമ്മൾ $20 വിറ്റ് താല്പര്യപ്പെടുകയാണ്. അത് ഞങ്ങൾ പിന്നെ 1999 എന്ന് പറയുന്ന ഒരു വളരെ ആളുകൾക്ക് തൃപ്തികരമായ ഒരു നമ്പറിൽ ഞങ്ങൾ അത് ഒതുക്കും, അല്ലെങ്കിൽ 999. ഇതൊക്കെയാണ് അമേരിക്കയുടെ രീതി. ആ ഒരു പൈസയ്ക്ക് ഒരു വില അങ്ങനെ കണ്ട് കാണുന്ന. പണ്ടൊക്കെ ഞാനിവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് ആ 1 സെന്റ് തിരിച്ചു തന്ന കാലഘട്ടങ്ങളിൽ ഐ അപ്രീഷിയേറ്റഡ് ദാറ്റ്. വാവ്, എന്തൊരു നീതിയുള്ള ഒരു രാജ്യം. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാറി. നമുക്കിന്ന് പല കാര്യങ്ങളും നമുക്ക് മേടിക്കണമെങ്കിൽ അത് വളരെ ചിന്തിക്കണം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഗരാജ് ഞാൻ ക്ലീൻ ചെയ്യുക. കാരണം ഈ ഗരാജിനകത്ത് ഈ പറഞ്ഞ പോലെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പണ്ട് തൊട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നിറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ വെന്റ് ടു എ ത്രിഫ്റ്റ് ഷോപ്പ്. അവിടെ കൊണ്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുത്തു. ആൻഡ് യു നോ വാട്ട്, അവിടെയാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ. സോ പീപ്പിൾ ആർ നൗ സെർച്ചിങ് ഫോർ ഇതെങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തി. എനിക്ക് അതിനെപ്പറ്റി എനിക്ക് വലിയ കൺസേൺ. ഐ തിങ്ക് ഐ എം എ ഡെമോക്രാറ്റ് ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ബീങ് എ ഡെമോക്രാറ്റ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ പല കാര്യവും റീയൂസ് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ലിബറേജ് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടുള്ളത്. ഒരു 100 സാധനം മേടിച്ച് നമ്മളത് യൂസ് ചെയ്യുന്നതിനോണ്ട് ഒരു ഗുണമില്ല. എന്നാൽ നമ്മളെ ഇന്ന് പുറകോട്ടടിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെക്നോളജി സൈഡാണ്. കാരണം ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റു പല കാര്യങ്ങൾക്കും പോകുമ്പോൾ നമ്മൾ ചൈനയെ നമ്മൾ കുറച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഡീപ് സീക്ക് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് കണ്ടതാണ്. അതായത് നിമിഷ നേരം കൊണ്ട് അവർക്ക് നമ്മൾ ഇന്നിവിടെ hundreds of billions of dollars ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം അവർ നേരെ കട്ടെടുത്തോണ്ട് പോയിരിക്കും. ബട്ട് ദേ മേഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് ആൻഡ് യു കനോട്ട് ഇഗ്നോർ ദാറ്റ്. The world now will finally depend on China and China will dominate. നമ്മൾ ഇവിടെ നമുക്ക് തന്നെ കുഴി കുഴിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം, ഒരു ടെക്നോളജി ഉണ്ടാക്കണം. I have to depend on China because there is nothing is manufactured in this country. ഇവിടെ ആകെപ്പാടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പുല്ലുണ്ട്, കുറച്ച് അതുപോലെ സാധനങ്ങളുണ്ട്. ഇത്ര കുറച്ച് സാധനങ്ങളല്ലാതെ പിന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് എയറോപ്ലെയിനും മറ്റു സാധനങ്ങളും ഒക്കെയാണ്, അല്ലെ ഡിഫൻസ് ഐറ്റമാണ്. ഇതൊന്നും ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യേണ്ട, അല്ല അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ വരുന്നല്ല. ഞാൻ തന്നെ ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം എനിക്കൊരു ഡിവൈസ് ഉണ്ടാക്കണമായിരുന്നു. ആ ഡിവൈസിന്റെ 99% സാധനവും ചൈനയിലെ ഉള്ളത്. നമ്മൾ അതൊന്ന് മാനുഫാക്ചർ ചെയ്യാൻ ഞാൻ അതിനുവേണ്ടി ഇന്ത്യയിൽ കൊടുത്തു ചെയ്യിച്ചു. ഇതുവരെ ഒരു പെർഫെക്ഷനിൽ എന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല.
അപ്പൊ നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ട്രംപ് കൊണ്ടുവരുന്ന ഈ ചേഞ്ചസിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ എന്നാൽ അതിനെ റെസ്പോൺസിബിൾ ആയിട്ട് കൊണ്ടുവരികയും, അതായത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ചൈന ഗവൺമെന്റ് അവരുടെ ആളുകൾക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ വി വോണ്ട് ദം ടു ഗീവ് പീപ്പിൾ ഹെൽപ്പ്, സപ്പോർട്ട്, റെഡ്യൂസ് ദ കൈൻഡ് ഓഫ് സേ ബോട്ടിൽ നെക്സ് കുറച്ചു കൊണ്ടുവന്ന്, റെഡ് ടേപ്പിസം കുറച്ചുകൊണ്ട് വന്ന്, ഇപ്പൊ ഇവിടുത്തെയാണ് ഹിപ്പ എന്ന് പറഞ്ഞൊരു വയ്യാവേലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാത്തിനും ഞാൻ ഫസ്റ്റ് നെയിം വെച്ച് കഴിഞ്ഞാൽ അതിനെന്ന് പറഞ്ഞ് ഞാൻ ടു 3 months ഫോർ മീ ടു ജസ്റ്റ് കൺവിൻസ് സംബഡി ഫോർ സംതിങ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് കൊണ്ടുവന്ന് കുറെ കാര്യങ്ങൾ മാറ്റണം. ഞാൻ ആ കാര്യത്തിനുള്ള ഞാൻ പൂർണ്ണ സപ്പോർട്ടാണ്. എന്നാൽ ഈ ഉട്ടോപ്യൻ നയത്തിനോട്, നമ്മളെ പുറകോട്ടടിക്കുന്ന നയങ്ങളിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ശരി. താങ്ക് യു. ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ ഇപ്പോൾ വളരെ ശാന്തനും സൗമ്യനും ഒക്കെയായ ഒരു പുഞ്ചിരിയുടെ അകമ്പടിയോടുകൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 100 ദിവസത്തെ വളരെ ശാന്തനായി വളരെ കാമായി പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു ശ്രീ ചെറിയാൻ ജേക്കബ്. അപ്പോൾ ആ 100 ദിവസങ്ങളിലെ നേട്ടങ്ങളാക്കി വിൻസെന്റ് അത് എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കും? അദ്ദേഹം ചോദിച്ച ആ ചോദ്യമുണ്ട്, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ആ ചോദ്യം ഞാൻ പാസ് ചെയ്യുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെറിയാനും പറഞ്ഞത്. ഇതൊക്കെയാണ് ഇവിടുത്തെ റിയാലിറ്റി. ഈ റിയാലിറ്റിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ചെറിയാനൊരു ദാർശനികവും തത്വശാസ്ത്രപരവുമായ ഒരു സമീപനം കൈക്കൊണ്ട സ്ഥിതിക്ക് ഞാനും ആ ഒരു ലൈനിൽ തന്നെ, ഇതിനകത്ത് പാർട്ടിസൺഷിപ്പ് ഇല്ലാതെ ആ ഒരു ലൈനിൽ തന്നെ ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നമുക്കറിയാം, നമ്മളൊരു സംഭവത്തിൽ ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ അഡിക്ഷൻ, ഇപ്പൊ ചൈനീസ് പ്രോഡക്ട്സിനോട് അമേരിക്കക്കാർക്ക് അഡിക്ഷനാണ്. ചെറിയാൻ പറഞ്ഞത് ലിറ്ററലി ട്രൂ ആണ്. ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ആൾക്കാർ സാധനങ്ങൾ മേടിച്ചു കൂടുന്നു. ഈ വേൾഡ് ഓർഡർ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പം ഒരു സാധനം പോലും റിപ്പയർ ചെയ്യാൻ ആൾക്കാർക്ക് ഒരു മൈൻഡ് സെറ്റ് ഇല്ല. വില കൂടിയ സാധനങ്ങൾ പോലും ചീത്തയായി കഴിഞ്ഞാൽ, റെഫ്രിജറേറ്റർ തുടങ്ങിയുള്ള സാധനങ്ങൾ, ചെറിയ ഫിക്സിന് പോലും ആൾക്കാർക്ക് സമയമില്ല. ബിക്കോസ് ഇറ്റ്സ് അവൈലബിൾ അറ്റ് എ റീസണബിളി ചീപ്പർ പ്രൈസ്, ബിക്കോസ് ഇറ്റ്സ് മെയ്ഡ് ഇൻ ചൈന. എവരിതിങ് ഈസ് കമ്മിങ് ഫ്രം ചൈന. ആൻഡ് ഹു ഈസ് മേക്കിംഗ് ദ മണി? The bigger businesses in America are making the money. They are making their manufacturing to China and they are profiteering. And China is getting the foreign exchange reserves. അപ്പൊ ഈ ഒരു ട്രിക്കി സിറ്റുവേഷൻ ഇതിനെ ഡീൽ ചെയ്യേണ്ടതുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ബിൽ ക്ലിന്റൺ തുടങ്ങിയുള്ളവർ അറിയാം. പക്ഷെ അത് ചെയ്യാനായിട്ട് അവർക്ക് ഇല്ലാതെ പോയ ആർജവവും സ്ട്രെങ്തുമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോ ഞാൻ ഒബാമയ്ക്ക് 2 പ്രാവശ്യം വോട്ട് ചെയ്തതാണ്. ഞാൻ കൃഷ്ണയുടെ പ്രകാശം പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് ആൻഡ് ചേഞ്ച്, ഹോപ്പ് ആൻഡ് ചേഞ്ച്. ഹി സെഡ്, I was thinking these kind of changes. ഞാനിവിടെ വന്നപ്പോൾ, ഞാൻ 1992 വരുന്നത്, ചിലന്റെ കാര്യം മുമ്പ് വന്ന ആളായിരിക്കാം. ഞാൻ അന്ന് തുടങ്ങി വണ്ടറിയാൻ തുടങ്ങിയ കാര്യമാണ്, എന്തുകൊണ്ട് വീണ്ടും എനിക്ക് സാധനം കാണാനില്ല, ഇത് എത്രമാത്രം ഇങ്ങനെ പോകാൻ പറ്റും, ഇത് സസ്റ്റൈനബിൾ ആണ്. Why? Because the politicians were benefiting from this everything outsourcing to China, and the big businesses were benefiting this. Common man was getting used to it, getting addicted to it. ഇപ്പൊ ഫെന്റനിലും ഡ്രഗും ഒക്കെ പോലെ തന്നെ സാധാരണ മനുഷ്യൻ ചീപ്പ് പ്രൈസിനോട് അഡിക്റ്റഡ് ആകുമായിരുന്നു. അവിടെ എന്ത് പറ്റി? അമേരിക്കയിലെ ചെറുപ്പക്കാർ ഒത്തിരി ഡ്രഗിന്റെ പുറകെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. കൺട്രി ഈസ് ഡൂയിങ് ഗുഡ് എന്നുള്ളൊരു ഫീലിംഗ്, ജനറൽ ഫീലിംഗ്. പക്ഷേ ജോലി ചെയ്യേണ്ടത് തന്നെ പലരും ഇരിക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുന്ന ജോലിയിലാണ്, മനുഷ്യന്റെ ലേസി മൈൻഡിലാണ് ഈ ഡ്രഗും സാധനങ്ങളും എല്ലാം കൊണ്ട് കയറുന്നത്. അപ്പൊ ഈ സൊസൈറ്റിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ട്രെൻഡിൽ നിന്നും, അമേരിക്കയിലെ ഫാമിലികളെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിൽ നിന്നും ഒക്കെ അമേരിക്കയെ രക്ഷപ്പെടുത്താൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ വളരെ ഡിസിസീവായിട്ട് ആക്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അതെങ്ങനെ ചെയ്യും? ബിക്കോസ് ഇനീഷ്യലി അതിന് പെയിൻ ഉണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ ആൾക്കാർ സഫർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, വില കൂടാനൊക്കെ തുടങ്ങുമ്പോൾ ആൾക്കാർ ഇംപേഷ്യന്റ് ആവും. അഡ്മിനിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യും, ഉടനെ അവരുടെ പവർ പോകും. അപ്പൊ ഇതിനോടൊക്കെ ഡീൽ ചെയ്യാനായിട്ട് തൊലിക്കെട്ട് വേണം. അപ്പൊ ഈ തൊലിക്കെട്ടിയും സ്ട്രെങ്തും എന്നും പറയാനുള്ള ധൈര്യവും ഗട്ട്സും ഒക്കെ ഉള്ള ഒരു ലീഡർ ആണ് അമേരിക്കയ്ക്ക് ഇല്ലാണ്ടിരുന്നത് കഴിഞ്ഞ 10-40 കൊല്ലമായിട്ട്, എസ്പെഷ്യലി ആഫ്റ്റർ റീഗൻ. അപ്പോ അത് ട്രംപ് ചെയ്യുന്ന നമ്മൾ കാണുന്ന, അതായത് ഫോർ എക്സാമ്പിൾ ബോർഡർ, അമേരിക്കൻ ബോർഡർ ഇല്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഡെയിലി കയറി വരുന്നു. ആൻഡ് ദേ കം ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചലഞ്ച് ചെയ്യാൻ ലെജിസ്ലേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോസ്റ്റ്പോൺ ചെയ്തു. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഉൾപ്പെടെ ലെജിസ്ലേഷൻ കണ്ടെത്തുന്നത് 2 months the whole world is closed. 99.9%. Those who you know, what we needed was a decisive president, a decisive action. സാങ്ച്വറി സിറ്റീസ്, അതുകൊണ്ട് കൃഷ്ണയ്ക്ക് അറിയാവുന്നതല്ല. ഈ സാങ്ച്വറി സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഗവൺമെന്റാണ് ഇമിഗ്രേഷൻ എൻഫോഴ്സ് ചെയ്യേണ്ടത്. സാങ്ച്വറി സിറ്റീസ് പറയുന്നു, ഇല്ല, ഞങ്ങൾ ഇത് എൻഫോഴ്സ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ല. ഇത് എവിടുത്തെ നിയമമാണ്? പക്ഷെ അവർക്ക് ഫെഡറൽ ഗവൺമെന്റിന്റെ ഗ്രാന്റ് വേണം. ഒരു പ്രസിഡന്റിന് ധൈര്യം ഉണ്ടായിരുന്നില്ല വന്നിട്ട് പറയാൻ, നിങ്ങളുടെ ഫെഡറൽ ഇമിഗ്രേഷൻ നിയമം എൻഫോഴ്സ് ചെയ്യാൻ ഞങ്ങളെ അലൗ ചെയ്തില്ലെങ്കിൽ
നിങ്ങൾക്ക് ഫെഡറൽ ഗ്രാന്റ് നിർത്തും എന്ന് പറയാനുള്ള ധൈര്യം പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദേ ക്യാൻ ഗോ ടു കോർട്ട്, ദേ ക്യാൻ ഫൈറ്റ് ഇൻ ദ കോർട്ട്. ട്രംപിന് അതുണ്ടായി. അപ്പൊ ഈ ചെറിയാൻ പറഞ്ഞ ആ നന്മകളിലേക്കുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ ഫിലോസോഫിക്കൽ ആൻഡ് വളരെ ഡീപ് റൂട്ടഡ് ആയിട്ട് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന മെസ്സഞ്ചർ ട്രംപ് പറയുന്ന രീതിയിലല്ലാതെ കുറച്ചും കൂടിയൊക്കെ നൈസറായിട്ടും ഇത്രയും ഫേം ആയിട്ടും പറയുന്നത് പറഞ്ഞാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് എഞ്ചിനീയറിംഗ് എ പേഴ്സൺ. ട്രംപ് ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ who will never go. He's the last person to go for a war. He doesn't want people to suffer. But at the same time, if you go to a war, you go to a war to win. You be firm. You be lethal. Unlike weaker spined people, like in Democrats. I don't want to go to Democrat because Syrian is a good Democrat. It looks like he has become a good Democrat all of a sudden. But whatever I'm saying, this is the point that we are missing. ഈ ട്രംപിന്റെ സ്വഭാവ പ്രത്യേകതകൾ, ട്രംപിന്റെ രീതികൾ, ട്രംപ് അസെപ്റ്റ് ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ, ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ് ഫോർ അമേരിക്ക. He didn't have the right team in the first term. Right now, his team also is aligning with him better. So they're doing what we were supposed to do. And that is why Democrats like Cherian are saying, oh, because this is important. സാധനം എനിക്ക് വില കൊണ്ടേ ഓർമ്മയില്ല, അവർ കുറച്ച് സാധനം മേടിക്കുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കൺസംഷൻ, unnecessary consumption of the US consumer, that has become an addiction, and that was supported by the people in America itself. Leaders who make money, businessmen who make money, and of course China is making money too. So there is a societal correction that is required for America to be saved. Otherwise America will be a failed empire like Rome eventually. It may not happen tomorrow, but it will happen. So this is for America to realize that we are also susceptible to these worldly problems. So we have to make sure that we are not doing wrong things because we think that we are successful and powerful and luxurious. We are also having serious federal deficit issues. Deficit funding is what shows America. എല്ലാവർക്കും പോയി ഈ ട്രാൻസ്ജെൻഡറിസത്തിനെല്ലാം millions of dollars കൊടുക്കുക. അതുതന്നെ അവിടുത്തെ രാജ്യങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലും ഈ കാത്തലിക് സൗത്ത് അമേരിക്കൻ കാത്തലിക് കൺട്രീസിലും ഒക്കെ പോയിട്ട് അവിടുത്തെ പിള്ളേർ ട്രാൻസ്ജെൻഡറിസം പഠിക്കുക. USAID, United States Aid for International Development. They don't like it, but they like the money. So the American stupid liberal stuff is destroying the culture and civilization around the world, not just in America. But these things have to be corrected with full, forceful action. And that is what Trump is doing. ഓക്കെ, ശ്രീ ജിനേഷ് തമ്പി, ഇപ്പോൾ വിൻസെന്റ് പറഞ്ഞത് കേട്ടല്ലോ, പതിറ്റാണ്ടുകൾക്ക് ശേഷം നട്ടലുള്ള ഒരു ഭരണാധികാരി, കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരി, ഇതിനൊക്കെ അപ്പുറമായി യുദ്ധം എന്നത് അവസാന വാക്കായി കാണുന്ന ഒരു ഭരണാധികാരി, അതാണ് ട്രംപിന് നൽകിയിരിക്കുന്ന നിർവചനം. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിഷിഗണിലെ ട്രംപിൻ്റെ ആ 100ാം ദിവസത്തെ സ്പീച്ച് നമ്മൾ കണ്ടിരുന്നു, ഓവൽ ഓഫീസിൽ നടന്ന ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിരുന്നു. ഇതിലെല്ലാം ട്രംപ് ക്ലെയിം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം നല്ലതിനാണ്, ചെയ്തത് എല്ലാ തീരുമാനങ്ങളും, എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നല്ലതാണ്, അത് നന്നായി തന്നെ വരും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോഴും അമേരിക്കയിലെ ഒരു ജനപ്രീതി കണക്കാക്കുകയാണെങ്കിൽ ട്രംപിന്റെ ജനപ്രീതിയിൽ ഗണ്യമായ ഇടിവ്. അതായത് ഈ അമേരിക്കൻ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റിന് ഈ 100ാം ദിവസം ഇത്രയധികം ജനപ്രീതിയിൽ ഇടിവുണ്ടായിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ഒരു ഇലക്ടറേറ്റ് ഉണ്ടല്ലോ, ആ ഇലക്ടറേറ്റിന്റെ ചില പ്രതീക്ഷകളുണ്ടല്ലോ, ആ പ്രതീക്ഷകളെ എത്രത്തോളം മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഈ 100 ദിവസങ്ങൾക്ക്? ഞാനിവിടെ വിൻസൺ പറഞ്ഞെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. വിൻസൺ പറഞ്ഞൊരു ടേം ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. അതായത് ഒരു പ്രസിഡന്റ് സൊസൈറ്റിയൽ ഇന്റർവെൻഷന്റെ വക്താവണമെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. അമേരിക്കയ്ക്ക് എന്നല്ല ഏതൊരു രാജ്യത്തിനും വേണ്ടത് ശക്തനായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. 47ാമത്തെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം അത് ഒരു വലിയൊരു പോപ്പുലിസ്റ്റ് മാൻഡേറ്റോട് കൂടി 2016 നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പോപ്പുലർ മാൻഡേറ്റ് കരസ്ഥമാക്കിയിട്ടാണ് ഇക്കുറി ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ ഏറിയിരിക്കുന്നത്. പക്ഷേ 100 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ അതും വളരെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്യൂ റിസർച്ച് സെന്റർ ഉൾപ്പെടെയുള്ള, അത് ന്യൂയോർക്ക് ടൈംസ് മാത്രമുള്ള അപ്രൂവൽ സെന്റർ അല്ല, 43% എന്നുള്ള ഒരു ഡിസ്മൽ അപ്രൂവൽ റേറ്റിംഗ് ആണ് ഡൊണാൾഡ് ട്രംപിന് 100 ദിവസത്തിന് ശേഷം ഉള്ളത്. അതും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന്റെയും ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ ശക്തമായിട്ട് നിന്ന ഒരു ഗ്രൂപ്പ്, അത് സ്ത്രീകളും ബ്ലാക്ക് പോപ്പുലേഷൻ, ലാറ്റിൻ അമേരിക്ക പോപ്പുലേഷൻ, യൂത്ത്, ഇവരൊക്കെ 100 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്ന് വെച്ചാലും that is a big pointer to many things which Trump has supposedly done wrong.
അതായത് ട്രംപിന്റെ ഒരു കാര്യം നമ്മൾ എല്ലാവരും അംഗീകരിച്ച് കൊടുത്തേ മതിയാവത്തുള്ളൂ, അദ്ദേഹത്തിന്റെ ക്രിട്ടിക്സും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സും. അതായത് ട്രംപ് എന്ത് പറയുന്നു, ക്യാമ്പയിൻ ട്രെയിലില് ട്രംപ് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാണ് അദ്ദേഹം ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇമിഗ്രേഷൻ പോളിസി ആവട്ടെ, അദ്ദേഹത്തിന്റെ റെസിപ്രോക്കൽ ടാരിഫ് ആവട്ടെ, ഇതെല്ലാം ട്രംപ് ചെയ്യുമെന്ന് വളരെ ശക്തമായിട്ട് ഇലക്ടോറൽ ക്യാമ്പയിൻ ട്രെയിലിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ധൃതിയോട് കൂടിയിട്ട്, ഇത്രയും ഒരു ഡിസോർഡർലി ഫാക്ഷനിൽ ഒരു കാവസ് അമേരിക്കൻ പബ്ലിക്കിന് ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് വരെ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡേഴ്സ് തന്നെ എത്രയോ പേര് രഹസ്യമായിട്ട് തന്നെ പറയുന്നുണ്ടാവും വി ഡിഡ് നോട്ട് വോട്ട് ഫോർ ദിസ് എന്നുള്ളത്. അതും നമ്മൾ നോക്കൂ, ലോകമാസകലം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അത് ഒരു വേൾഡ് പവർ എന്നുള്ളത്. ഇപ്പൊ ചെറിയ രാജ്യങ്ങൾ ഒരു അമേരിക്കക്കെതിരെ ശബ്ദം ഉയർത്താനായിട്ടുള്ള ഒരു ത്രാണി കാണിക്കുന്നുണ്ട്. ഇപ്പൊ കനേഡിയൻ പുതിയ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വി ആർ നോട്ട് ഗോയിങ് ടു ബക്ക് ഡൗൺ ടു ഡൊണാൾഡ് ട്രംപ് എന്നാണ്. അതുപോലെ തന്നെ സുഹൃത്ത് രാജ്യങ്ങള്, ഫ്രണ്ട്ലി രാജ്യങ്ങള്, ജപ്പാൻ ഉൾപ്പെടെയുള്ളവര്, അവരെല്ലാവരും ഈ ട്രംപിന്റെ ഇമ്പോർട്ട് ടാരിഫിന് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അങ്ങനെ ഒരു വേൾഡ് ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹം 100 ദിവസത്തിന്റെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ, നമ്മൾ ചരിത്രത്തിലോട്ട് കണ്ണോടിക്കുമ്പോൾ മേ ബി ഒബാമ ഹാഡ് എ 60% റേറ്റിംഗ്, റേഗൻ ഹാഡ് എ 67% റേറ്റിംഗ്, ട്രംപിന്റെ 43% റേറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് എ വെരി പുവർ പെർഫോമൻസ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന് ഒരു എന്താ പറയുന്നത്, ഒരു സിൽവർ ലൈനിങ് ഇൻ ദ ഡാർക്ക് ക്ലൗഡ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്നത് ട്രംപിന്റെ ഫസ്റ്റ് ടേമില് 2016 100 ദിവസത്തിന് ശേഷം ട്രംപിന്റെ റേറ്റിംഗ് ഏറെക്കുറെ സമാനമായിരുന്നു. ബട്ട് ഹി മേഡ് എ ബിഗ് കംബാക്ക്. പക്ഷെ ട്രംപിന്റെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, യു ക്യാൻ എഗ്രി വിത്ത് ട്രംപ്, യു ക്യാൻ ഡിസഗ്രി വിത്ത് ട്രംപ്, ബട്ട് യു ക്യാൻ നെവർ റൈറ്റ് ഹിം ഓഫ്. ഇപ്പൊ ട്രംപിന്റെ നമ്മൾ ജീവിത ശൈലി തന്നെ നോക്കുമ്പോൾ എത്രയോ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. ട്രംപ് യൂണിവേഴ്സിറ്റിയൊക്കെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു. ബട്ട് സ്റ്റിൽ ട്രംപ് ഈസ് ദെയർ, ഹി കനോട്ട് ബി കൗണ്ടഡ് ഔട്ട്. അപ്പൊ 100 ദിവസത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഡിസ്മൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആണ് എങ്കിലും ദർ ഇസ് നോ വേ വി ക്യാൻ റൈറ്റ് ഹിം ഓഫ്. കാരണം ഹി ഹാസ് ഗോട്ട് സോ മെനി ട്രിക്സ് അപ്പ് ഹിസ് സ്ലീവ്. പക്ഷെ എന്തായാലും ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കും, നമ്മള് റിച്ചർഡ് നിക്സന്റെ സമയത്താണ് ഇത്രയും ഒരു താഴെ പോയത് S&P ഇൻഡെക്സ് ഒക്കെ. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇല്ലാതെ എത്രയോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന് ഒരു പ്രസിഡന്റ് നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ കാലം മുമ്പ് മേ ബി ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ സമയത്തൊക്കെ പോണ്ടി വരും. പക്ഷെ അദ്ദേഹം കോൺഗ്രസിന്റെ അപ്രൂവൽ എടുത്തിട്ടാണ് തീരുമാനങ്ങൾ എടുത്തത്. ഇത് ട്രംപ് ഹീസ് പുഷിങ് ആൻ അതോറിറ്റേറിയൻ സ്റ്റൈൽ. അത് ഐ ഡോണ്ട് തിങ്ക് ഈവൻ ദി റിപ്പബ്ലിക്കൻ പാർട്ടി സപ്പോർട്ടേഴ്സ് വിൽ അപ്രൂവ് ഇറ്റ്. പക്ഷെ ഇപ്പോ അമേരിക്കൻ പബ്ലിക്കിൽ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ട്. അഗൈൻ എഗ്രി വിത്ത് ഹിം, ഡിസഗ്രി വിത്ത് ഹിം, പക്ഷെ റൈറ്റ്ലി ഓർ റോങ്ലി ഹി ഹാസ് ബീൻ ഏബിൾ ടു ഇൻസ്റ്റാൾ എ ഫിയർ സൈക്കോസിസ്. അതായത് ട്രംപിനെതിരായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ പേഴ്സൺ ഈസ് ഗോയിങ് ടു ബി ഇൻ ട്രബിൾ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പണ്ട് മിറ്റ് റോമനി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്, ഇംപീച്ച്മെന്റിന്റെ സമയത്ത് ട്രംപിനെതിരെ പോയാൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് വരെ ഹാം വരുമെന്ന് പേടിച്ചിട്ട് ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റിയൊക്കെ ഏൽപ്പിച്ചു എന്നുള്ളത്. അതൊക്കെ ഒരു ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്തായാലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ട് ട്രംപിനുള്ളത് അത് 100 ദിവസത്തിന് ശേഷം ഇപ്പോഴും ഇൻടാക്ട് ആണ്, അത് സോളിഡ് ആണ്. പക്ഷെ എന്നാലും ഹിസ് 100-day പെർഫോമൻസ് ഹാസ് ബീൻ കയോട്ടിക്. ഇറ്റ് ഹസ് ഇൻസ്റ്റാൾഡ് ഫിയർ ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അമേരിക്ക വോട്ടഡ് ഫോർ ദാറ്റ്. ശ്രീ ചെറിയാൻ ജേക്കബ്, അത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരുന്നു. എങ്കിലും ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇതിലും വലുത് ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. അതുകൊണ്ട് ഈ 100 ദിവസങ്ങൾ കൊണ്ട് ട്രംപിനെ നമുക്ക് അങ്ങനെ വിലയിരുത്താനോ എഴുതി തള്ളാനോ പറ്റില്ല. ഇനിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ കൂടുതൽ ആയുധങ്ങൾ. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇതൊരു പരീക്ഷണശാലയല്ല. ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് 1 ബോംബെ 2 ബോംബെ 3 ബോംബ് എന്ന് പറഞ്ഞ് എറിഞ്ഞു പൊട്ടിക്കുന്ന ആ ഒരു സ്റ്റൈലല്ല. അതിനപ്പുറമായി ചിലതൊക്കെ ഈ 100 ദിവസത്തിന് ശേഷം ഉണ്ടാകാം എന്ന് പറയുമ്പോഴും അദ്ദേഹം അതൊരു എത്രത്തോളം കയോട്ടിക് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിൻസെന്റ് സേവ്യർ ചൂണ്ടിക്കാണിച്ച കാര്യം, അമേരിക്കയിൽ ഒരു സൊസൈറ്റൽ ചേഞ്ച് ആവശ്യമാണ്. ഇതിപ്പോൾ എന്താ ഓസിന് കിട്ടിയ ആസിഡും വാങ്ങിച്ചു കുടിക്കുമോ എന്ന് പറയുന്ന പോലെ നിങ്ങളെല്ലാം ഇങ്ങനെ വാരിക്കൂട്ടേണ്ട, അല്ലെ വാങ്ങിക്കൂട്ടേണ്ട, അങ്ങനെ ചൈനക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നാളെ ഞങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം കുടിക്കില്ല എന്ന രീതിയിലേക്ക് അമേരിക്കയെ മാറ്റേണ്ടതുണ്ടോ? അമേരിക്കക്കാരല്ലേ അത് തീരുമാനിക്കേണ്ടതെന്ന ചോദ്യവുമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ശ്രീ ചെറിയാൻ ജേക്കബ് മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ പോയാൽ 100 ദിവസം കഴിഞ്ഞ് ഇനി 4 വർഷം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുമോ എന്ന കാര്യം പോലും എനിക്ക് സംശയമുണ്ടെന്ന മനസ്സിലെ ആ ചിന്തയുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തെന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ചേഞ്ച് നടത്തേണ്ടത് സൊസൈറ്റിയാണ്, നോട്ട് ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക. പ്രസിഡന്റ് ഓഫ് അമേരിക്ക ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ ഇന്റേണൽ മാറ്റേഴ്സ് അബൌട്ട് ദ കൺട്രി.
അപ്പൊ ഇവിടുത്തെ ഒരു കുഴപ്പം എന്നാ, നമ്മൾ ഇതുപോലൊരു ഇതിലേക്ക് വരും, നമ്മളൊരു പാത്ത് കറക്റ്റ് ആയിരിക്കണം. എനിക്ക് ട്രംപിന്റെ സ്റ്റൈലിൽ പോകണമെന്ന് പറഞ്ഞാൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരുമാതിരി എന്നാ പഴയ നിയമത്തിലെ രീതിയും ആ യഹോവയുടെ സ്റ്റൈലും ഇതുമൊക്കെയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ വേ എ പേഴ്സൺ ഷുഡ് ലീവ്. കാരണം നമ്മൾ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അവനെ കരുതുക. അപ്പൊ ഈ അമേരിക്കയുടെ സോഫ്റ്റ് പവർ ആയിരുന്നു നിങ്ങൾ പറയുന്ന USAID. ഇത് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. ഇവിടുത്തെ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ഇത് സംബന്ധിച്ച് വേറെ ആളുകൾ നേരാണ് കൊടുക്കുന്നുണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്തന്റെ പട്ടിണി പോകുമ്പോൾ അവൻ കാണിക്കുന്ന ഒരു അമേരിക്ക കൊണ്ട് ഇത് നമ്മൾ പറയും, ഇവിടെ പാൽപ്പൊടി കൊണ്ട് തന്നേച്ച് നിങ്ങൾ ഇത് ചെയ്തെന്ന്. എക്സാക്ട്ലി അത് കൊടുത്തിട്ട് അവന്റെ പല സാധനം അവിടുന്ന് അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് അമേരിക്ക പണ്ടും ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ് പവർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇവിടെ ഇപ്പം കോൺ ഇത് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യുന്നതോ ആളുകൾ 2 ഏക്കർ 3 ഏക്കറുള്ള 5000, 10,000, 20,000 ഏക്കറാണ് ആളുകൾ കൃഷി ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊരു ഇൻഡസ്ട്രിയാണ്. അവരെ സംബന്ധിച്ച് അവരെവിടെ കൊണ്ട് ഈ സാധനം വിൽക്കും? ഇത്രയും സാധനം അമേരിക്ക ഉണ്ടാക്കുന്ന ലോകത്തുള്ള എല്ലാവരും പറയും, നിന്റെ സാധനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് ആര് കഴിക്കും? ഇത് കൊണ്ട് ഇവിടെ ഇത് മുഴുവൻ ഇതിവിടെ തിന്നു തീർക്കാനായിട്ട് ഇവിടെ കന്നുകാലികൾ പോലും ഇല്ല. ഇത് മുഴുവൻ തിന്നു തീർക്കാൻ ഇവിടെ ഉണ്ടാക്കുന്ന എത്ര. അപ്പൊ ഇത് നമ്മൾ കൊണ്ട് കൊടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം, വാട്ട്, നീ എല്ലാം ഇത് മേടിച്ച് തിന്നണം. ആർക്കും വേണ്ട. നിങ്ങൾ ഇന്ന് വിചാരിക്കരുത് നിങ്ങൾ ഈ കൊടുക്കുന്നത് കൊണ്ട് ആണ് ആളുകൾ ജീവിക്കുന്നത്. എല്ലാവരും നല്ല ഒന്നാന്തരമായിട്ട് ഇന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. ദർ വർ മോർ ബെറ്റർ ഫാമിംഗ് വന്നിട്ടുണ്ട്. എല്ലാം സയന്റിഫിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും അമേരിക്കയുടെ കൺട്രോളിലും കുത്തകയിൽ ഇരിക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് വിൻസെന്റിനോട് പറയാനുള്ള കാര്യമുണ്ട്. ഇഫ് യു ആർ റിയലി സീരിയസ് ഇൻ ടു ദ ഗെയിം, ഇഫ് ദ ഗവൺമെന്റ് ആൻഡ് ദ ട്രംപ് വാണ്ടഡ് ടു മേക്ക് എ ചേഞ്ച്, മേക്ക് എ ഡിഫറൻസ്. അതായത് ഇവിടുത്തെ ആളുകൾക്ക് അതിന് സപ്പോർട്ട് കൊടുക്കും. എൻഹാൻസം, നിങ്ങൾ അവിടുന്ന് മേടിക്കുന്ന പൈസ വന്ന് ഇവരെ കളക്ട് ചെയ്ത് പൈസ കൂട്ടി ബാങ്കിൽ കണ്ടോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇറ്റ്സ് എ യൂസ്ലെസ് പേപ്പറാണ്. അത് ആളുകൾക്ക് ഗുണപ്രദമായ രീതിയിൽ, യെസ് I am collecting this, but I am going to use it in this way. Why do you want to invest? He is asking for $1 trillion. $1 trillion he wanted to ഈ വർഷം അമേരിക്കൻ ടാക്സ് പേയർ $1 trillion കൊടുക്കണമെന്ന്. എന്നാ പിന്നെ ഇയാൾ ഈ മേടിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്ന ആ പൈസ ഇതിനകത്ത് നിന്ന് എടുത്താൽ പോരെ? ഇത് ഇയാൾ മേടിച്ച് വെച്ചാണ് നമുക്കാർക്കും വേണ്ട. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് മേടിച്ച ചൈനയുടെ മേടിച്ച് നിങ്ങൾ എടുത്ത് ചെയ്യ്. ഇതെന്തിനാണ് പാവപ്പെട്ട എന്റെ നെഞ്ചത്തോട്ട് കയറ്റുന്നത്? അപ്പൊ ഇതിന്റെ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെയും ഈ ട്രംപ് ഇത് പറയുമ്പോൾ തന്നെയും പുള്ളിക്ക് ഈ ടാക്സ് കുറയ്ക്കാനോ മനുഷ്യന്റെ ബേർഡൻ കുറയ്ക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. ഇതൊക്കെ പുള്ളി തിയറി പറയുന്നല്ല. പുള്ളി ഈ ഇതിലേക്ക് വരുന്ന അന്ന്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് മെലാനിയയുടെ ട്രംപിന്റെ പേരിൽ 2 മെയിം ഇറക്കിയിരിക്കുകയാണ്. അത് ഇറക്കിയിട്ട് അതിനകത്ത് ഏകദേശം $8-10 ബില്യൺ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ ലോകാരോഗ്യ സംഘടന അടക്കമുള്ള പല സംഘടനകൾക്കുമുള്ള ഫണ്ടിങ്, അതായത് ലോകത്തുള്ള മൊത്തം ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ UN ഏജൻസികൾ അടക്കമുള്ള എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിരുന്ന അമേരിക്കയാണ്. ലോകത്തിന്റെ എല്ലായിടത്തും ഒരു കാരുണ്യത്തിന്റെ കരങ്ങൾ എന്ന് പറഞ്ഞത് നീട്ടിയിരുന്ന അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു പവർ ഉണ്ടായിരുന്നു, ഒരു വോയിസ് ഉണ്ടായിരുന്നു. ഇപ്പോ വന്നിട്ട് എല്ലാം ഞങ്ങൾ നിങ്ങളുടെ ഒന്നും ചെലവിലല്ലല്ലോ ഞങ്ങൾ കിടക്കുന്നത്, പിന്നെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്തിന് കേൾക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. വളരെ ചുരുക്കത്തിൽ ഒരു കൺക്ലൂഷൻ. അപ്പോ anyway, what I'm talking about is basically about what Jinesh said. What Jinesh said, അമേരിക്ക ട്രംപിന്റെ തിരക്കിനെ പറ്റി പറഞ്ഞു. നമുക്കറിയാം, every 2 years we have an election here. ഇപ്പൊ ട്രംപിന് ഈ കോൺഗ്രസും സെനറ്ററുള്ള മെജോറിറ്റി പോയി കഴിഞ്ഞാൽ ട്രംപിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വളരെ ലിമിറ്റ് ഉണ്ട്. So he want to start a lot of things before that. He want to send them the train in the right direction. That's what he's doing by doing all these things in such a hurry. അപ്പൊ അത് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർ അത് നോക്കി നിന്നിട്ട് ഭയങ്കര തിരക്കാണ്, ഞങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹിസ് ഗോൾ. ഈ ഡെമോക്രാറ്റ്സിന്റെ ഈ ബ്രെയിനുമായിട്ടിരിക്കുന്ന ഡെമോക്രാറ്റ്സിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവിക്കുന്നത്. AOC അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ ഡെമോക്രാറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, ലീഡർഷിപ്പ്. അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല, എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഓൺലി ട്രംപ് ഡിറേജ്മെന്റ് സിൻഡ്രോം, ദാറ്റ്സ് ഓൾ ദേ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഈ തിരക്കിന്റെ കാരണം അതാണ്. ഹി വാണ്ടഡ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് തിങ്സ് ഡൺ. ആൻഡ് കാനഡ, യൂറോപ്പ് ആൻഡ് ജപ്പാൻ. കൃഷിക്ക് അറിയാം, നമ്മുടെ നാട്ടില് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്തുതി പാടാനും നമ്മൾ കൊപ്പി പിടിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്.
പക്ഷെ നമ്മളുടെ ഫൈനൽ നമ്മുടെ ബാലൻസ് ഡിപ്ലീറ്റ് ചെയ്യുവാണ്, നമ്മുടെ പൂർ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ GDP-യേക്കാൾ കൂടുതൽ ഡെറ്റ് സർവീസിങ്ങിനുള്ള മണി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ കടത്തിനുള്ള പലിശ, ഇവർ $36 trillion in debt. Very short period, our GDP will be equal to our debt service, the interest service. Very short. When they going to stop this by spending all this money? And ചെറിയ പറഞ്ഞ അവരുടെ ആൾക്കാർക്ക് ഒന്ന് കൊടുക്കുന്നു, അവരുടെ ആൾക്കാരുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞു. That is absolutely not true. It's corruption. Outright corruption. പൊളിറ്റീഷ്യൻസിനെ കയ്യിലെടുക്കുന്നു, NGOസിനെ കയ്യിലെടുക്കുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത അവരുടെ ഫിലോസഫീസ്, ട്രാൻസ്ജെൻഡറിസം, ഇതെല്ലാം പഠിപ്പിച്ചിട്ട്, അവർക്ക് ഇഷ്ടമില്ലാത്ത അവരുടെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് അവരെ കയ്യിലെടുക്കുന്നു ഈ മണി കൊടുത്തിട്ട്. It's corrupting. Basically corrupting the foreign political situations. That's what America was doing. USA is doing. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന അമേരിക്ക GDP-ക്ക് തുല്യമായ കടം അതിലേക്ക് പോകും എന്ന് പറയുന്ന അങ്ങയുടെ ഒരു പ്രവചനം എന്തായാലും നമ്മളെയും വേദനിപ്പിക്കുന്നു. മാത്രമല്ല വർഷങ്ങളായി നിങ്ങൾ കടം മേടിച്ചുകൊണ്ടാണ് ഈ ലോകത്തെ മുഴുവൻ ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും എനിക്ക് അതിൽ നിന്ന് ഒരു പങ്ക് വേണ്ട കേട്ടോ. അപ്പൊ എന്നോട് പറയുന്നത് ക്രിസ്റ്റീനയ്ക്ക് അറിയാമോ നിങ്ങൾക്ക് ഇത്രയും നാളെ കടം വാങ്ങിച്ചു തന്നിരുന്നതാണ്. അല്ല, പെട്ടെന്ന് കേട്ടപ്പോ എനിക്കൊരു കുറ്റബോധം, ഇനി അമേരിക്കയുടെ ഏതാണ്ട് പൈസ ഞാനിങ്ങ് വാങ്ങിച്ചിട്ടുണ്ടോ, പാവങ്ങൾ കടം മേടിച്ച് എനിക്കും തന്നിട്ടുണ്ടോ എന്ന്. GDP versus American debt service. ഇതൊന്ന് പഠിച്ചു നോക്കൂ. Then you will see. അതുകൊണ്ട് ഞാനത് പറയാണ് സാർ, ഇത്രയൊക്കെ എടുക്കുമ്പോ ഒന്ന് ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സും ബാങ്കിങ്ങും ഒക്കെ ഒന്ന് പോയി പഠിച്ചിട്ട് എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ ഒക്കെ ഒന്ന് പഠിച്ച, ഞാനൊക്കെ പണ്ട് പഠിച്ച എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ പഠിച്ചിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. എന്തായാലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ശ്രീ ചെറിയാൻ ജേക്കബ് പറയുന്നത് യു മസ്റ്റ് ലേൺ ദ ബേസിക്സ് ഓഫ് ഇക്കണോമിക്സ് എന്നാണ്. അപ്പോൾ അത് ട്രംപിനും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നുമാണ് പറയുന്നത്. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ചെറിയാൻ ജേക്കബ്, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ ആൻഡ് ശ്രീ ജിനേഷ് തമ്പി. അപ്പോൾ ട്രംപിന്റെ 100 ദിവസങ്ങളാണ് കഴിഞ്ഞത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 100 ദിവസം തികച്ച് അദ്ദേഹം ഒരു 4 വർഷം കംപ്ലീറ്റ് ചെയ്യുമോ എന്ന ആശങ്ക ഉയർത്തുന്ന ഡെമോക്രാറ്റുകളുണ്ട്. അദ്ദേഹത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട റിപ്പബ്ലിക്കൻസ് ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന് 100 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ, എഴുതിത്തള്ളാനായിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂവിൽ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.